നമസ്കാരം, ഞാൻ ശ്രേയ കൊയ്യോടൻ. രാജ്യസഭയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഏവർക്കും സൺസെറ്റ് ടിവിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ അഥവാ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. പാർലമെന്റിന്റെ രണ്ടാമത്തെ ചേംബറായ രാജ്യസഭ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ സംസ്ഥാനങ്ങളുടെ സഭ എന്നും രാജ്യസഭ അറിയപ്പെടുന്നു. 250 അംഗങ്ങൾ ഉൾപ്പെടുന്ന രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷൻ. ഇനി ഭരണഘടനാ പ്രകാരം സംസ്ഥാന വിഷയങ്ങളിൽ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുണ്ട്. എന്നാൽ അത് രാജ്യസഭയിൽ 2/3 ഭൂരിപക്ഷത്തോടെ പാസ്സാകണം. അതായത് രാജ്യസഭയുടെ അംഗീകാരത്തോടെ അല്ലാതെ സംസ്ഥാന വിഷയങ്ങളിൽ നിയമം പാസ്സാക്കാൻ കഴിയില്ല. ഇനി എങ്ങനെയാണ് രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് എന്ന് പരിശോധിക്കാം. രാജ്യസഭാംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ 3 തരത്തിലുള്ള പ്രാതിനിധ്യമാണുള്ളത്. സഭയിലെ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം, കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പ്രാതിനിധ്യം, നോമിനേറ്റഡ് അംഗങ്ങളുടെ പ്രാതിനിധ്യം എന്നിവയാണവ. അതായത് 250 അംഗങ്ങളുള്ള സഭയിൽ സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, സാഹിത്യം എന്നീ മേഖലകളിൽ മികച്ച സംഭാവന നടത്തിയവരിൽ നിന്ന് 12 പേരെ രാഷ്ട്രപതി നേരിട്ട് നാമനിർദ്ദേശം ചെയ്യുന്നു. ബാക്കിയുള്ള 238 പേരിൽ 230 പേർ സംസ്ഥാനങ്ങളെയും 8 പേർ കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ആനുപാതിക പ്രാതിനിധ്യ രീതി ഉപയോഗിച്ച് സംസ്ഥാനത്തിന്റെ പ്രതിനിധികളെ നിയമസഭകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികളെ ഇതിനായി പ്രത്യേകം രൂപീകരിച്ച ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളുമാണ് തെരഞ്ഞെടുക്കുന്നത്. 6 വർഷമാണ് ഒരു രാജ്യസഭാംഗത്തിന്റെ കാലാവധി. ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 ഭാഗം അംഗങ്ങൾ ഈ സഭയിൽ നിന്ന് പിരിഞ്ഞു പോവുകയും പകരം ഒഴിഞ്ഞ സീറ്റിലേക്ക് പുതിയ അംഗങ്ങൾ നിയുക്തരാവുകയും ചെയ്യുന്നു. 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരം അംഗങ്ങളുടെ വിരമിക്കൽ ഉത്തരവ് നിയന്ത്രിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ രാഷ്ട്രപതിയാണ് തീരുമാനിക്കുന്നത്. രാജ്യസഭയിലെ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം തുല്യമല്ല. അത് അതത് സംസ്ഥാനങ്ങളുടെ ജനസംഖ്യയെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനത്തിന് രാജ്യസഭയിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാകുമെന്ന് ചുരുക്കം. ഇനി രാജ്യസഭയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ പരിചയപ്പെടാം. ഇന്ത്യൻ ഉപരിസഭയിൽ കാര്യനിർവഹണത്തിനായി പല തലങ്ങളുണ്ട്. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം അനുസരിച്ച് പാർലമെന്റിന്റെ 2 സഭകളിലെയും അംഗങ്ങൾ അടങ്ങുന്ന ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് ഉപരാഷ്ട്രപതിയുടെ ഭരണകാലയളവ്. അതേസമയം രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ രാജ്യസഭാംഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളാണ്. ചെയർമാന്റെ ഓഫീസ് ഒഴിഞ്ഞുകിടക്കുകയോ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ചുമതല നിർവഹിക്കുകയോ ചെയ്യുമ്പോഴാണ് ചെയർമാന്റെ ഓഫീസിന്റെ ചുമതലകൾ ഡെപ്യൂട്ടി ചെയർമാൻ നിർവഹിക്കുന്നത്. എന്നാൽ ചെയർമാന്റെയോ ഡെപ്യൂട്ടി ചെയർമാന്റെയോ അഭാവത്തിൽ രാജ്യസഭയിലെ നടപടിക്രമങ്ങളുടെയും പെരുമാറ്റത്തിന്റെയും ചട്ടം 8 പ്രകാരം അധ്യക്ഷൻ രാജ്യസഭാ ഉപാധ്യക്ഷന്മാരുടെ പാനലിൽ നിന്ന് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു. അവരിൽ ഒരാളാണ് ഇരുവരുടെയും അഭാവത്തിൽ സഭയ്ക്ക് നേതൃത്വം നൽകുക. ഇനി അധ്യക്ഷ സ്ഥാനത്ത് ചെയർമാനോ ഡെപ്യൂട്ടി ചെയർമാനോ വൈസ് ചെയർമാനോ ഇല്ലാതിരിക്കുമ്പോൾ ഹാജരാകുന്ന മറ്റേതെങ്കിലും അംഗത്തെക്കുറിച്ച് സഭയ്ക്ക് തീരുമാനമെടുക്കാം. സഭയിലെ മറ്റൊരു പ്രധാന പദവിയാണ് സഭാ നേതാവിൻ്റേത്. ഔദ്യോഗിക പരിപാടികൾ തയ്യാറാക്കുന്നതിൽ സഭാ നേതാവ് പ്രധാന പങ്കാണ് വഹിക്കുന്നത്. സാധാരണഗതിയിൽ രാജ്യസഭാംഗമായ മന്ത്രിയെ സഭാ നേതാവായി പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യാറുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി തന്നെയാണ് രാജ്യസഭാംഗമെങ്കിൽ അദ്ദേഹം തന്നെ സഭാ നേതാവായി പ്രവർത്തിക്കും. പാർലമെന്റിന്റെ 2 സഭകളിലും ഔദ്യോഗിക പ്രതിപക്ഷത്തെ നയിക്കുന്ന വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ്. അതായത് ലോക്സഭയിലോ രാജ്യസഭയിലോ ഉള്ള അംഗം എന്ന നിലയിൽ ഏറ്റവും വലിയ സംഖ്യാബലമുള്ള ഗവൺമെന്റിനെ എതിർക്കുന്ന പാർട്ടിയുടെ നേതാവ്. സഭയിലെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു ചുമതലയാണ് സെക്രട്ടറി ജനറലിൻ്റേത്. രാജ്യസഭാ സെക്രട്ടേറിയറ്റിന്റെ ഭരണത്തലവനാണ് സെക്രട്ടറി ജനറൽ. സഭാരേഖകളുടെ സൂക്ഷിപ്പുകാരൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും ഉയർന്ന സിവിൽ ഉദ്യോഗസ്ഥനായ ക്യാബിനറ്റ് സെക്രട്ടറിക്ക് തുല്യമായ റാങ്കുള്ള സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് രാജ്യസഭയുടെ ചെയർമാനാണ്.
പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ഉപദേശവും വിദഗ്ധാഭിപ്രായവും നൽകി സഭാ നടപടികൾ നടത്താൻ സഹായിക്കുക എന്നതാണ് പ്രധാനമായും ഒരു സെക്രട്ടറി ജനറലിന്റെ ചുമതല. എന്നാൽ ബില്ലുകളെക്കുറിച്ചോ മറ്റേതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ ലോക്സഭയിൽ നിന്നുള്ള സന്ദേശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. ഇത്തരത്തിൽ ഇന്ത്യയുടെ ദ്വിസഭാ പാർലമെന്ററി സമ്പ്രദായത്തിൽ രാജ്യസഭ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. കൂടാതെ സംസ്ഥാന നിയമസഭകളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും അവരുടെ വൈദഗ്ധ്യത്തിനായി രാഷ്ട്രപതി നിയോഗിക്കുന്ന അംഗങ്ങളുമുള്ള രാജ്യസഭയുടെ ഘടന വൈവിധ്യവും അറിവുള്ളതുമായ ഒരു അസംബ്ലി തന്നെ ഉറപ്പാക്കുന്നു. അങ്ങനെ ഫെഡറലിസം, തുടർച്ച, ഭരണത്തിലെ സ്ഥിരത എന്നിവയുടെ തത്വങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഇന്ത്യയുടെ ജനാധിപത്യത്തിലെ ഒരു നിർണായക സ്ഥാപനമായി രാജ്യസഭ നിലകൊള്ളുന്നു. നമസ്കാരം.